നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിന്റെ താൽക്കാലിക പരിശീലകനായിരുന്ന റാമോൺ മെനസസിന്റെ പകരക്കാരനായിക്കൊണ്ടായിരുന്നു ഫെർണാണ്ടോ ഡെനിസ് ബ്രസീൽ ദേശീയ ടീമിന്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റത്. 2024 ജൂൺ മാസം വരെയായിരുന്നു അദ്ദേഹത്തിന് ബ്രസീൽ കോൺട്രാക്റ്റ് നൽകിയിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് കീഴിൽ ബ്രസീൽ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അതായത് ആ ഒരു യഥാർത്ഥ മികവിലേക്ക് വരാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നില്ല. ആകെ 6 മത്സരങ്ങളാണ് ഇദ്ദേഹം പരിശീലിപ്പിച്ചത്. 3 മത്സരങ്ങളിലും ബ്രസീൽ പരാജയപ്പെടുകയായിരുന്നു. ഒരു സമനിലയും 2 വിജയങ്ങളും ഇദ്ദേഹത്തിന് കീഴിൽ ബ്രസീൽ നേടി. അവസാനത്തെ 3 മത്സരങ്ങളിലും ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അർജന്റീനയാണ് ബ്രസീലിനെ പരാജയപ്പെടുത്തിയത്. ഇപ്പോൾ CBF തന്നെ ഒഫീഷ്യലായി കൊണ്ട് ഡെനിസിനെ പുറത്താക്കിയിട്ടുണ്ട്. CBFന്റെ പ്രസിഡന്റായ എഡ്നാൾഡോ റോഡ്രിഗസ് ആണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഡെനിസിനെ ഫോണിൽ വിളിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എഡ്നാൾഡോ റോഡ്രിഗസ് അറിയിച്ചത്. തൻ്റെ വർക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഡെനിസ് CBF പ്രസിഡന്റിനോട് ചോദിച്ചിരുന്നു. എന്നാൽ അതൊന്നും പ്രശ്നമില്ലെന്നും, പക്ഷേ ബ്രസീലിന് വേണ്ടത് ഒരു ദീർഘകാലത്തേക്കുള്ള പരിശീലകനെയാണ് എന്നുമാണ് പ്രസിഡന്റായ റോഡ്രിഗസ് ഡെനിസിന് മറുപടി നൽകിയത്. അതായത് ഫ്ലുമിനൻസിന്റെ പരിശീലകനായിക്കൊണ്ട് തുടരുന്നതിനോടൊപ്പം ബ്രസീൽ ദേശീയ ടീമിനെയും പരിശീലിപ്പിക്കുന്നതിൽ CBFന് യോജിപ്പുകൾ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ റിസൾട്ടുകൾ മോശമായതും അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാനം നഷ്ടമാവാൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ഈ തീരുമാനത്തിൽ ബ്രസീലിലെ തന്നെ ചില ആരാധകർക്ക് എതിർപ്പുകളുണ്ട്. ഡെനിസിനെ ഇപ്പോൾ തന്നെ പുറത്താക്കിയത് ശരിയായില്ലെന്നും അദ്ദേഹത്തിന് കുറച്ചുകൂടി സമയം അനുവദിക്കാമായിരുന്നു എന്നുമാണ് ചിലരുടെ അഭിപ്രായം. പ്രത്യേകിച്ച് അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം ഇദ്ദേഹത്തിന് നൽകിയിരുന്നുവെങ്കിൽ ബ്രസീൽ കൂടുതൽ മികവിലേക്ക് തിരിച്ചു വരുമായിരുന്നു എന്ന ഒരു അഭിപ്രായം ഉയർന്നു കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. മാത്രമല്ല, ഫ്ലുമിനൻസിന് കോപ്പ ലിബർട്ടഡോറസ് കിരീടം നേടിക്കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിലും ഫ്ലുമിനൻസ് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡെനിസിൽ കുറച്ചുകൂടി വിശ്വാസം CBF അർപ്പിക്കാമായിരുന്നു എന്നുള്ള പൊതുവായ ഒരു അഭിപ്രായം ഇപ്പോൾ ബ്രസീലിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പുതിയ ഒരു പരിശീലകനെ ഉടൻ തന്നെ ബ്രസീൽ നിയമിച്ചേക്കും. സാവോ പോളോയുടെ പരിശീലകനായ ഡൊറിവൽ ജൂനിയറിനെയാണ് ഇപ്പോൾ ബ്രസീൽ പരിഗണിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.